ഹലോ എവ്രിവൺ, വെൽക്കം ടു യാനിസ്റ്റ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വർഷം 2025 ഞാൻ ഇത്രയും ദിവസം എന്തൊക്കെ പ്രൊഡക്ട്സ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഫുൾ ടൈം അല്ലെങ്കിൽ ഡെയിലി ക്രോഷറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാലയളവിനുള്ളിൽ ഇപ്പോൾ ഒരു 3 months 4 months നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 4 months കൂട്ടണ്ട, ഒരു 3 months കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഞാൻ തീരെ ക്രോഷറ്റ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. എനിവേ കുറച്ച് പ്രോഡക്ട്സ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഒരു ഇൻസ്പിറേഷൻ ആവും. കൂടാതെ നിങ്ങളിപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ക്രോഷറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസും കിട്ടും. അപ്പം ഒരുപാട് സാധനങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ഡയലോഗ് അടിച്ച് നീട്ടുന്നില്ല, നമുക്ക് കാണാം. അത് ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രോഡക്ട്സ് കാണിച്ചു തരാം. അപ്പോൾ കുഞ്ഞു പ്രോഡക്ട്സ് എന്ന് പറയുമ്പം ഫസ്റ്റ് വണ് ഈ ഒരു പേഴ്സ് പോലെ ചെയ്താണ്. ഇത് നമുക്ക് ബാഗിൻ്റെ മുകളിൽ ഹാങ് ചെയ്ത് വെക്കാനും പറ്റും. അക്രിലിക്കാണ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇതിന് ഇതേപോലെ ഒരു സംഭവമുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് ചെറിയ ഐറ്റംസ്, നമ്മുടെ ലിപ് ബാമോ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ സാനിറ്റൈസർ, അങ്ങനെ ചെറിയ ചെറിയ ടവലൊക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ബാഗിൻ്റെ മുകളിൽ പുറത്ത് തന്നെ ഇതേപോലെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ 2 എണ്ണം ചെയ്തിട്ടുണ്ട്, ഒരു പിങ്കും ഒരു മിൻറ്റ് ഗ്രീനും. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് സ്ക്രഞ്ചീസ് ആണ്. കണ്ടോ, ഈ സ്ക്രഞ്ചിയുടെ ട്യൂട്ടോറിയൽ എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പം ഇതൊരു 2-3 സ്ക്രഞ്ചീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്ക്രഞ്ചി, ഒരു ഹെയർ ബാൻഡ് തന്നെയാണ്. സ്ക്രഞ്ചി എന്ന് പറയാൻ പറ്റില്ല, ഒരു സൺഫ്ലവർ സ്ക്രഞ്ചി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് ജസ്റ്റ് ഓൾറെഡി നോട്ട് ചെയ്തതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഷോ പോലെ ഇങ്ങനെ വെക്കാൻ പറ്റും, അങ്ങനെയുള്ളൊരു സംഭവം. പിന്നെ ഇതൊരു ഹെയർ ക്ലിപ്പാണ്. കണ്ടോ, ഇതൊക്കെ അക്രിലിക്കാണ് വെച്ചിട്ട് ചെയ്തതാണ്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. ഈ കീ ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരു ബ്ലൂ ഒരു പിങ്കും ചെയ്തിട്ടുണ്ട്, 2 കീ ചെയിൻസ്. പിന്നെ നമ്മൾ ഇതും ഹെയർ ആക്സസറി തന്നെയാണ്, ഒരു ഹെഡ് ബാൻഡാണ്. ഇതൊരു ടുലിപ്പ് ഹെഡ് ബാൻഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, എനിക്ക് ചെയ്യാൻ ഇഷ്ടമായിട്ട് ഞാൻ ചെയ്തതാണ്. ഈ ടുലിപ്പ് സ്റ്റിച്ച്, പോപ്കോൺ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ കെട്ടി വെക്കാം. ഇപ്പം ഞാൻ മുടി കെട്ടി വെച്ചുകൊണ്ടാണ്, മുടി അഴിച്ചിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇത് നോട്ട് ടൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ നോട്ടിൻ്റെ അറ്റത്ത് ഞാൻ ഇതേപോലെ ഒരു കുഞ്ഞി ഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രോസ്ട്രിങ് പേഴ്സ് ചെയ്തിട്ടുണ്ട്, 2 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് നമ്മൾ ചെറുതായിട്ട് കോയിൻസോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പൈസയൊക്കെ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്, അങ്ങനെ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെച്ച് നമുക്ക് ബാഗിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് സാനിറ്ററി നാപ്കിനൊക്കെ വെക്കാനുള്ളൊരു ബാഗായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇത് അടയും. ഇതിൻ്റെ അറ്റത്ത് ഇതേപോലെ ഹാർട്ട് ഷേപ്പിലുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ. ഇതേപോലെ വേറൊരു ഡ്രോസ്ട്രിങ് ബാഗ് കൂടി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ ഈ ഒരു കളർ കോമ്പിനേഷൻ. ഉണ്ടോ, ഇതും അതേപോലെ നമുക്ക് ചെറിയ ചെറിയ പർപ്പസസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രോസ്ട്രിങ് ബാഗാണ്. ഇനി കുറച്ച് വലിയ സാധനങ്ങളല്ല, വലിയ സാധനങ്ങൾ. അപ്പം അതിൽ ഫസ്റ്റ് ആണ് ഇതൊരു ഡോയിലിയാണ്, അല്ലെങ്കിൽ നമുക്ക് ടേബിൾ പ്ലേസ്മെൻ്റ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റും. ഉണ്ട്, നല്ല ഭംഗിയില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു പീസാണിത്. ഇതിന് ഞാൻ മുമ്പ് തന്നെ ഒരു പീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനതൊരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്തു. അപ്പോൾ അതേപോലെ ഒന്നുകൂടെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടും ചോദിക്കരുത്, എനിക്ക് ഈ ക്രോഷ്യ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളത് എന്താ പറയുക, ബിസിനസ് എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം. ആളുകളെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആളുകൾക്ക് കുറച്ചുകൂടി ഈ ഒരു ക്രോഷ്യ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് തുടങ്ങിയത് തന്നെ. അപ്പം വേണ്ടോ, ഈ ഹാർട്ട് ഷേപ്പ് ഇത് നമുക്ക് അത്ര ഈസി ആയിട്ടുള്ളൊരു പാറ്റേൺ അല്ലായിരുന്നു, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ ടേബിൾ ജസ്റ്റ് നമ്മൾ എന്താ പറയുക, കപ്പോ ചെഗ്ഗോ ഒക്കെ വെക്കുമ്പോൾ ജസ്റ്റ് വെക്കും. പക്ഷേ അങ്ങനെയൊന്നും വെച്ചാൽ അതിലെന്തെങ്കിലും വീഴോ എന്നൊക്കെയുള്ള ടെൻഷനാണ്. ഞാൻ ഇതുവരെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല, എന്നാലും എൻ്റെ കയ്യിലുണ്ട്. ഇനി നെക്സ്റ്റ് വന്ന് ഒരു കൗതുകത്തിന് ഞാൻ ഉണ്ടാക്കിയതാണ്. സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയൊരു സാധനമാണിത്. ഇത് ബന്ധന എന്ന് പറയും, നമ്മൾ ഹെഡിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആക്സസറീസ് ആണ്. ഇവിടെ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ നമ്മൾ ശരിക്കും ഈ ഒരു സാധനം ഞാൻ തലയിലിട്ടിട്ട് ഇതിലൂടെയൊക്കെ നടന്നു പോകുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് കോമഡി ആവും. പക്ഷെ നമുക്കിപ്പം വേറെ സ്ഥലങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഗോവയിലേക്ക് ടൂർ പോവാണ്, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ബീച്ചിൻ്റെ സൈഡിലൊക്കെ നമ്മൾ തലയിൽ വെയിൽ കൊള്ളാതിരിക്കാനും പിന്നെ ചിലരുടെ കൾച്ചറൽ ബിലീഫിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. വിദേശ രാജ്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എനിവേ എനിക്കിഷ്ടമാണ് ഈ ഒരു സംഭവം ഇങ്ങനെ ഇടാൻ. ആ ഒരു കൗതുകത്തിൽ ഞാൻ ചെയ്തതാണ്. പക്ഷേ ഇത് കുറേ സമയം എടുത്ത് എനിക്കിത് ചെയ്യാൻ വേണ്ടി. പാറ്റേൺ അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു
പാറ്റേൺ അല്ലായിരുന്നു യൂസ് ചെയ്തത്, കുറച്ച് പാടുള്ള പാറ്റേൺ ആയിരുന്നു. പാട് മീൻസ് ക്ലിയർ അല്ലായിരുന്നു അതിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതൊക്കെ ആക്കിയെടുക്കാൻ എനിക്ക് കുറച്ച് പാട്. കാരണം ഇതിൽ കണ്ട സ്ക്വയേഴ്സും വരുന്നുണ്ട്, ഹാഫ് സ്ക്വയേഴ്സും വരുന്നുണ്ട്. അപ്പം അത് ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് മെനക്കേടായിരുന്നു. പിന്നെ അത് ചെയ്യേണ്ടെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു ഉപകാരമില്ല. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇത് ഇങ്ങനെയാണ്, സോറി, ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെക്കുന്ന മുടി നമ്മൾ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. കുളമായെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ തന്നെയാണ് ഇത് വെക്കുന്നത്. നമുക്ക് കാണുമ്പോൾ കുളം തോന്നുന്ന ചെയ്തിട്ട് ഒരു ക്യാപ്പാണ്. ഇതെന്താ ഇത്രയും നിലന്നല്ല, ഇതിങ്ങനെ നമ്മളിങ്ങനെ മടക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എവിടെ പോകണമെന്ന് എന്നോട് ചോദിക്കരുത്. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വെക്കാം. നമുക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം തലയിൽ മഞ്ഞ് കൊള്ളാതിരിക്കാൻ വെക്കാം. അപ്പം ഇതൊരു കാറ്റ് ഇയേഴ്സ് ബീനിയാണ്. ഇവിടെ വെക്കുമ്പോൾ അങ്ങനെ ഇയേഴ്സ് പോലെ വരും. കാണിച്ചത് ഇതിപ്പോൾ പ്ലാസ്റ്റിക് കവർ തലയിലിടുന്ന പോലെ ആയി. കുറച്ച് മെനക്കേടാണ്. ഓക്കെ, ഇങ്ങനെ വെക്കുമ്പം കണ്ടോ ഇതേപോലെ ഇയേഴ്സ് വന്നത് കണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കാറ്റ് ഇയേഴ്സ് ബീനി എന്ന് പറയുന്നത്. കണ്ടോ നിങ്ങൾ ആദ്യം ഇയേഴ്സ് കണ്ടില്ലല്ലോ. ഞാനിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ഇത് വെക്കുമ്പോൾ മാത്രമേ ഈ ഒരു സംഭവം വരുള്ളൂ. കണ്ടോ ക്യൂട്ട്നെസ് വാരി എതിരുന്നുണ്ടോ അത്? എനിവേ കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിന് മാച്ച് ആയിട്ടുള്ള ഒരു സ്കാർഫ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തിനാ ഇതൊക്കെയെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു യാണാണ്. ഗംഗയുടെ ക്രിപ്റ്റോ പറയുന്ന യാൺ വെച്ചിട്ടായിരുന്നു ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യാൺ തീർന്നു പോയി. ഞാൻ അതിൻ്റെ റിവ്യൂ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു യാണിന്. അപ്പോൾ ഇതിങ്ങനെ ഒരു മൾട്ടി കളറായിട്ട് ഇങ്ങനെ വരുന്ന ഒരു യാണാണ്. മൾട്ടി കളർ മൾട്ടി കളർ യാണിന് പെട്ടെന്ന് തന്നെ ഒരു കളറിന് വേറെ കളറിലേക്ക് മാറും. ഇതങ്ങനെയല്ല, അങ്ങനെ എന്താ പറയുക ഗ്രേഡിയൻറ്റ് പോലെ വരുന്ന കളർ. അപ്പോൾ ഇവിടുന്ന് ഈ കളറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു കളർ വരും. അത് ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളത്. അങ്ങനെ വരുമ്പം നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ ഒരു സ്കാർഫ് നമുക്ക് തൊണ്ടവേദന, തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ തൊണ്ടയ്ക്കൊക്കെ തണുപ്പ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഇടാം. കണ്ടോ തണുപ്പുള്ള രാജ്യങ്ങളിലേക്ക് മാറിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. എൻ്റെ ഈ ക്രോഷറ്റ് ബിസിനസ്സും പച്ച പിടിക്കും. അതേപോലെ എനിക്ക് ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാമല്ലോ. ഇത് ഞാനിങ്ങനെ ബാഗിലിട്ട് വെക്കാന്നല്ലാതെ ഒരു കാര്യമില്ല ഇതിനെ കൊണ്ടൊന്നും. കണ്ടോ പിന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റും. കാരണം നമ്മുടെ കേരളത്തിൽ തണുപ്പില്ല, അങ്ങനത്തെ അത്ര തണുപ്പില്ല വിചാരിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ കുറയുന്ന സീസൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ യൂസ് ചെയ്യും കേട്ടോ ഈ സ്കാർഫ്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ, അല്ല പ്രായമുള്ളവരെന്നല്ല, ഇപ്പം നമ്മുടെ കേജുള്ളവരാണെങ്കിൽ തന്നെ അവർ യൂസ് ചെയ്യും ഈ സ്കാർഫ്സ്. അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യാൻ നല്ലതാണ് സ്കാർഫ്. ഇതിൻ്റെ അടിയിൽ ഞാൻ ഇതേപോലെ പ്രിൻസസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ. പക്ഷേ സാഹചര്യങ്ങൾ പ്രതികൂലമായതിനാൽ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇനി നമുക്ക് കുറച്ച് ബാഗ്സ് കാണാം. ബാഗും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ഈ ക്രോഷറ്റ് ബാഗ് നമുക്ക് ഒരുപാട് വെയിറ്റ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ചെറിയ ലൈറ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാം. അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ. അതിൽ ഫസ്റ്റ് ഒരു മിനി ബാഗാണ്. ഇത് മിനി ബാഗാണ്, ഭയങ്കര ചങ്കിയാണ്. ഇത് ഡബിൾ യാൺ വെച്ച് ചെയ്തിട്ടുള്ളതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട്, നല്ല തിക്നെസ് ഉള്ളതാണത്. കണ്ടോ നമുക്ക് കുറച്ച് സ്റ്റൈലിന് വേണ്ടി അങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് കൊണ്ടാണ്. അത്യാവശ്യം നമ്മുടെ ഫോണും വാലറ്റും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബാഗാണ്. കണ്ടോ ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്തൊരു ബാഗ് എന്ന് പറയുന്നത് ഇത് ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനത്തെ ബാഗിന് വലിപ്പം ഉണ്ടെന്നല്ലാതെ ഒരുപാട് വെയിറ്റ് ഇത് താങ്ങൂല. അത്യാവശ്യമൊക്കെ താങ്ങും. കുറേ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ നിൽക്കും. അപ്പം നമുക്ക് ഒരു ആവറേജ് വെയിറ്റ് ഒക്കെ ഇപ്പോൾ ഒരു ബുക്കൊക്കെ ആണെങ്കിൽ ഇതിലിടാം. ഒരു ബുക്ക്, പിന്നെ ഒരു വാലറ്റ്, അങ്ങനെ. പിന്നെ വാട്ടർ ബോട്ടിൽ ഫുൾ വെള്ളം നിറച്ച് വെച്ച് 1/2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ താന്നു പോകും. നമുക്ക് ബീച്ച് ബാഗൊക്കെ ആയിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ പ്രത്യേക വാലറ്റൊക്കെ വെക്കാൻ വേണ്ടി നമ്മളിടില്ല. അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഇങ്ങനത്തെ ബാഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതൊരു നമ്മളിപ്പം എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. കൂടുതൽ നമ്മൾ സാധനം ഇടുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളൊരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ എങ്ങനെ ഇപ്പം ഞാനിപ്പോൾ ഇട്ട ഈ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചല്ലേ ഗൈസ്, അതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണിത്. ഇനി നെക്സ്റ്റ് ഒരു ബാഗ്. ഈ ഒരു ബാഗിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ എൻ്റെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ പോയിട്ട്. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ബാഗൊന്നും. അപ്പോഴേ ഇങ്ങനെ വെച്ചതാണ്. ഇത് ബട്ടണൊക്കെ ഉണ്ട്, ബട്ടൺ ക്ലോഷറൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇടാൻ പറ്റും. ആണോ ഇതിൻ്റെ ഈ ഒരു ബ്ലൂ യെല്ലോ ഒരു പീച്ച് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു എന്തോ ഒരു ഇഷ്ടമാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബാഗ് തന്നെയാണ്.
ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് ചെയ്തൊരു ബാഗാണ്. അതുകൊണ്ടാണ് എനിക്ക് യൂസ് ചെയ്യാൻ തോന്നില്ല. ഞാൻ എവിടെയും കൊണ്ടുപോയി കേടാക്കുമോ, ഈ വെള്ള ഭാഗത്തൊക്കെ ഞാൻ എന്തെങ്കിലും അഴുക്ക് പറ്റിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ യൂസ് ചെയ്യാതെ വെക്കുന്നതാണ്. അപ്പം ആരെങ്കിലും മേടിക്കാനാണെങ്കിൽ ഞാൻ കൊടുക്കും, കാരണം ഞാൻ തീരെ ഉപയോഗിച്ചിട്ടില്ല. സെയിൽ ചെയ്യാൻ പറ്റും എനിക്ക്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു ബാഗാണ്. ഒരു ഹാർട്ട് ഗ്രാനി സ്ക്വയർ ബാഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാൻ ചെയ്തതിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഞാനിങ്ങനെ ഡീറ്റെയിലിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, റഫൽ ഡീറ്റെയിലിങ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യമുള്ളൊരു ടോട്ട് ബാഗാണ്. ഇതിലൊരു ഡാർക്ക് ബ്ലൂ പോലെ കാണുന്നു. ശരിക്കും ഇതൊരു എന്താ പറയുക, ഒരു ടീൽ ബ്ലൂ പോലെയുള്ളൊരു ഷെയ്ഡാണ്, ടീൽ ബ്ലൂ. ഇനി നെക്സ്റ്റ് വൺ ഒരു പില്ലോ ആണ്. ഇതിൻ്റെ പില്ലോ, ഇതിൻ്റെ ഉള്ളിലുള്ള പില്ലോ നമുക്ക് വേണമെങ്കിൽ ഊരി മാറ്റിയിട്ട് അഴുക്ക് പിടിച്ചാൽ കഴുകിയിടുകയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് ഡെക്കറേറ്റീവ് പീസൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ എന്താ പറയുക, ഡെക്കറേറ്റീവ് പീസായിട്ട് നമ്മുടെ കൗച്ചിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇങ്ങനത്തെ പില്ലോനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ആമസോണിലൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യും, പക്ഷെ ഇതിന് കുറേ സമയം വേണം, കാരണം ഇത്രയും ഗ്രാനി സ്ക്വയേഴ്സ് ചെയ്യണം. 9 ഗ്രാനി സ്ക്വയേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അത്രയും ചെയ്യാനുള്ളൊരു സമയം നമുക്ക് വേണം. അത്യാവശ്യം ടൈം എടുക്കും എന്നാലും. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷനും ഇതേപോലെ ചെയ്യണ്ടേ, ഇത്രയും ഏരിയയിൽ ആയി വരണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു സമയം വേണം. എന്നാലും വർത്ത് ഇറ്റ്. നമ്മളത് ചെയ്താലും അങ്ങനെ ഭംഗിയുള്ളൊരു പീസ് നമുക്ക് കിട്ടുമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പീസ് തന്നെയാണ്. ഇതാണ് നമ്മുടെ റോസസ്, യെല്ലോ റോസസ്. ഈ ഒരു ഫ്ലവേഴ്സ്, എനിക്ക് ഈ ഫ്ലവേഴ്സ് ഇഷ്ടമാണെങ്കിലും ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ ഒരുപാട് സമയം വേണം. ഭയങ്കരമായിട്ട് ടൈം എടുക്കുന്ന സാധനമാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതേപോലെ ഓരോ പെറ്റിൽ വെച്ചിട്ട് ചെയ്യുന്ന ഫ്ലവേഴ്സ്. ക്രോഷറ്റ് ഫ്ലവേഴ്സ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീളത്തിൽ ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്ത് അങ്ങനെയും ചെയ്യാം, അതിനത്ര സമയം വേണ്ട. പക്ഷേ ഇതിന് നല്ല സമയം വേണം. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ചെയ്യാൻ എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ ഒരു ആലോചിച്ച് ഞാൻ ചെയ്യാതെ വെച്ചായിരുന്നു. പിന്നെ ഞാൻ വെറും ഒരു റീല് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ടാക്കാന്നുള്ള തീരുമാനിച്ചത്. അങ്ങനെ ഒന്നുണ്ടാക്കി, രണ്ടുണ്ടാക്കി, മൂന്നാമത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് അങ്ങനെ ഗാലറിയിൽ കിടക്കുന്നുണ്ട്. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ട്യൂട്ടോറിയൽ. ഭയങ്കര ലെങ്തി ആണ്. അത്രയും ഏരിയ ഡബ് ചെയ്ത് ഉണ്ടാക്കുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് മടിയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കാം നമുക്ക്. ഞാനൊരു റീല് നമ്മുടെ എന്താ പറയുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കോമഡിയാണ്, എന്നാലും അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കണ്ടോ ഇത്ര ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയാൽ. അതിനുശേഷം എനിക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ സമയം കിട്ടിയില്ല. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഒരുപാട് ചെയ്യുന്നല്ലാതെ എത്ര ചെയ്താലും കുറച്ച് സാധനം ഉണ്ടാവുള്ളൂ അവസാനം. അതാണ്, കുറേ സമയം പോകും, കുറച്ച് സാധനം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് യുണീക്ക് ആയിരിക്കും അല്ലേ. ക്രോഷറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ എന്താ പറയുക, ആ പ്രൊഡക്ട്സ് നമുക്ക് അങ്ങനെ റെഡിമെയ്ഡായിട്ട് അങ്ങനെ കിട്ടില്ലല്ലോ. ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഇതാണ്. ഇനിയാണ് തുലിപ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫ്ലവേഴ്സ് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കണം എന്നുള്ളത് വന്നപ്പം ആ ആവേശത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഫ്ലവേഴ്സാണ് ഈ ഫ്ലവേഴ്സ്, തുലിപ്സ്. ഇത് എളുപ്പമാണ്, മീൻസ് അത് വെച്ച് നോക്കുമ്പോൾ ഇത് എളുപ്പമാണ്. ഭയങ്കര എളുപ്പമൊന്നുമല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി സമയം കുറവും മതി തുലിപ്സിന്. പക്ഷേ ലീവ്സ് ഉണ്ടാക്കാൻ കുറച്ച് സമയം വേണം. ഫ്ലവർ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അല്ല, നല്ല ഭംഗിയില്ലേ. ഇത് നമ്മൾ കുറേ ടുലിപ്സ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ബൊക്കെ ആയിട്ടൊക്കെ വെച്ചാൽ നമുക്ക് നല്ല ഭംഗി, ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റി. നമുക്ക് ബൊക്കേറ്റായിട്ട് നമ്മുടെ ഗേൾ ഫ്രണ്ട്സിനും ബോയ് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനമാണ് ഈ ക്രോഷറ്റ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ നല്ലൊരു ബിസിനസ് ഓപ്ഷൻ കൂടിയാണിത്. ഇനി ലാസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അംഗുരുമീസ് ആണ്. അംഗുരുമീസ് ഞാൻ ആദ്യം കുറേ അംഗുരുമീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ മാത്രമേ ചെയ്യാറുണ്ടായിരുന്നു കുറച്ച്. പിന്നെ എന്തോ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി. എന്നുവെച്ചാൽ ഞാൻ ചെയ്യുന്നത് അത് ഒഴിവാക്കി. കുറേ പ്രശ്നങ്ങൾ, അതൊന്നും ഞാൻ ഈ കോട്ടൺ യാൻസ് ആണ് യൂസ് ചെയ്യാറ്. എൻ്റെ അടുത്ത് ഒരുപാട് അക്രലിക് യാൻസ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടായിരുന്നു ചെയ്യുക. അപ്പോൾ എനിക്ക് അത്ര ഒരു സുഖം കിട്ടിയില്ല. പിന്നെ ഞാനത് ഭയങ്കര സമയം എടുത്താലും ചെറിയ സാധനങ്ങളാണ് നമുക്ക് കിട്ടുക. ഇപ്പം നമ്മൾ ഈ ഒരു പില്ലോ കുറേ ടൈം എടുത്തെന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഇത്രയും വലിയൊരു സാധനം നമുക്ക് കിട്ടിയില്ല. മറ്റു നമ്മൾ ചെറിയ ഒരു എന്താ പറയുക, കുഞ്ഞൊരു പൂച്ചക്കുട്ടിയോ ഒരു മുയലിൻ്റെ കുട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് തന്നെ കുറേ സമയം 2-3 ദിവസം എടുക്കും. എന്നിട്ട് കിട്ടുക ഇത്രയുള്ളൊരു സാധനം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്യാതെ ആയി. പക്ഷേ ഇപ്പം ഞാൻ പ്ലഷ് യാൻസ് വെച്ചിട്ട് ചെയ്യാനൊരു ശ്രമം നടത്തി. അങ്ങനെ ഞാൻ ഹോബി സ്റ്റോറിൻ്റെ കുറച്ച് മാജിക് നീഡിൽസ് നിന്ന് വാങ്ങിയ കുറച്ച് കാണാം. അപ്പോൾ അത് പരീക്ഷണാർത്ഥത്തിൽ ഞാൻ 2 അംഗുരുമി ചെയ്തു. അത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. ഞാൻ ചെയ്തിട്ടുള്ളത് പശുവാണ്. അപ്പം 2 പശുവിനെ ഞാൻ ചെയ്തു. ആദ്യത്തെ പശുവാണ് ഇത്. ഇഷ്ടപ്പെട്ടോ ഗൈസ്? എനിക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കമൻറ്റ് ചെയ്യണേ. ഇത് ബ്ലഷ് യാണ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്, അംഗുരുമിയാണ് വെച്ചിട്ട്
അഥവാ എന്താ പറയുക ശലലയാണ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. ഇനി ഒരു പശു കൂടി ഉണ്ട്, ബ്രൗൺ പശു. നമ്മുടെ നാട്ടിലെ പശുവിന് ഈ കളറല്ലല്ലോ, ഒരു ഓറഞ്ച് കളറല്ലേ. ഇത് വിദേശ രാജ്യത്തുള്ള പശുവാണ് കേട്ടോ, അവിടുത്തെ ഒന്നല്ല. ഇതാണ് രണ്ടാമത്തെ പശു. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് അമഗുരമി ഞാൻ ഈ ഇയറിൽ ചെയ്തിട്ടുള്ളത്. പശുവാണ് കുറച്ചുകൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരുന്ന ദിവസമൊക്കെ നമുക്ക് ബണ്ണീസിനെയും അതേപോലെ പൂച്ചക്കുട്ടിയെയും പട്ടിക്കുട്ടിയും ഒക്കെ ഉണ്ടാക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇതും ഇഷ്ടമാണ്, എല്ലാവർക്കും അധികം ആൾക്കും ഇതായിരിക്കും ഇഷ്ടമാവാം. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ഇതാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞു. ഇത്രയാണ് ഞാൻ അല്ല വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് സർപ്രൈസ് ആണ്. ഞാൻ ഒരു സംഭവം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീലൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാനിതിൽ കാണിക്കാത്തതാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ ഞാനത് കാണിച്ചു തരാം, അല്ലെങ്കിൽ റീൽസിലിടാം. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ചെയ്ത പ്രോഡക്റ്റ്സ് ആണ്. 3 months കുട്ടിക്ക് 3 months കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണ് എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.